നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് സി മൊബൈലാണ് ഗൈസ്. നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ 108 പ്ലേസിനൊക്കെ കിട്ടിയാണ്. അതിനൊക്കെ കൊടുത്ത് നമുക്ക് ഇപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ 370 ഷാർട്ട്സ് കിടക്കുന്നുണ്ട്. 1250 ആക്കുവാണെങ്കിൽ നമുക്ക് വാൽവേയുടെ ഫെഡറിക്കോ വാൽവേഡേനെ കിട്ടും ഗൈസ്. ഈ എക്സ്ട്രാ ടൈമിൽ എന്തൊക്കെയുണ്ട് നോക്കുന്നത്. ഇവൻസി അക്കൗണ്ടും ഡെയിലി പിക്ക് ഫ്രീ ആയിട്ടുണ്ട്, അത് പറഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ചെയ്യാൻ മതി. 250 3 നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് അടിപൊളിയാണ് ഗൈസ്. ഇതിൽ നല്ല അടിപൊളി പ്ലേയേഴ്സിനെ കിട്ടും. 102 കിട്ടി. നൂറിൻ്റെ ഇവാൻസ് ഇതിൽ അടിപൊളിയാണ് ഗൈസ്. ഇത് നിങ്ങളെല്ലാവരും ഓപ്പൺ ചെയ്തോ. നല്ല അടിപൊളി പ്ലേയേഴ്സിനൊക്കെ ഉണ്ട്. നമ്മുടെ അത്രയ്ക്ക് ഇല്ല ഗൈസ് സാധനം. നമുക്കെന്തായാലും അണ്ടോടൊക്കെ നോക്കിയാലും അത് വെച്ച് നമുക്ക് സ്റ്റാർട്ടാണ് ഇപ്പോൾ മുഖ്യം. 70 ഷാർട്ട്സ് എത്ര കിട്ടുന്നതാണ്. 440 ഷാർട്ട്സും കിട്ടുന്നത്. 500 അടിപൊളിയും കിട്ടുന്നത്. $650 നമുക്ക് ജെയിംസിനെ എടുക്കണം. അത് ഇത്തിരി പൊളിക്കും. ചുവൊന്നും വന്നില്ല. എക്സ്ട്രാ ടൈമിൽ ഇതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. പ്ലേയേഴ്സിന് വിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയറും ഇല്ലാതായി. എല്ലാവരും നമ്മൾ അപ്പോൾ അടിപൊളി പാക്ക് നമുക്ക് നോക്കാം. ടോപ്പ് ഇവൻ്റ് ചെല്ലുമ്പോൾ നല്ല പാക്ക് കിട്ടുന്നതാണ്. ഇതൊന്ന് 96 ഇതെല്ലാം നോക്കി തുടങ്ങുന്നു. ചുമ്മാ ഓപ്പൺ ചെയ്യാനാണ് കിട്ടുന്ന ഉറപ്പൊന്നും ഇല്ല. 25 പ്ലെയറിനെ കിട്ടി. 25 മില്യൻ്റെ ഇത് അടിപൊളി നോക്കാം. പെട്ടെന്ന് ചിലപ്പോൾ കോഴിൻ്റെ വാല്യൂം കുറഞ്ഞു. അതിനൊക്കെ നമുക്ക് ശരിയാം. അപ്പോൾ നമുക്കൊരു മാച്ച് കളിച്ച് നോക്കാം. ഇതിന് റിവാർഡ്സ് ഒന്നും ക്ലെയിം ചെയ്യില്ല. കളിക്കാം. ഹെഡ് ടു ഹെഡാണ് ഈ കാർഡിൽ തന്നെ കളിക്കാൻ പോകണം. സീസൺ 3 ഡേ. ഈ സീസണ് 3 ദിവസത്തിന് കൂടി ഉണ്ടാവും. ഏറ്റവും പവറില്ലാത്തത് എല്ലാവരും പവറില്ലാത്തവന്മാരാണ് യൂസ് ചെയ്യുന്നത്. 1 2 3 4 5 ബി. ഓക്കെ, എന്താണ് നമ്മുടെ ടീമിൽ ഞങ്ങളുടെ മാസിലും കൊടുത്തിരുന്നത്. തുർക്കി പുലി അടിപൊളിയാണല്ലോ. നല്ല ടീമാണത്. ടോപ്പ് റാങ്കുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഉള്ളിത്തിരി നമുക്ക് തന്നെ കിക്കാണ് അവനെടുത്തത്. നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. മുക്കലിസ്റ്റർ ടു ക്രിസ്പോ പ്ലേസിനെ വട്ടുവിട്ട് പിടിക്കണം. കിട്ടി അടിച്ചോ. ബ്രൂണോ ജുനിയർ വാക്കി അടിക്കാൻ എഴുതാൻ ഹെഡർ ഗോൾ അടിക്കാൻ കഴിയുമല്ലോ. അത് ഇത്തിരി പൊളിക്കൂലേ നോക്കുന്നത്. ആ ചലഞ്ച് നമുക്ക് ഇതാണ്. കളി വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഹെഡർ ഗോളും അടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഓടടാ നല്ല തീർന്ന് ഓടലുള്ളൂ. ഇവർ ഓടണില്ല കേസ്. അതാണ് എന്തെങ്കിലും പ്രോബ്ലം.
നമുക്ക് താമറിയുന്ന നേരെ മറഡോണയുടെ ഓട്ടം ത്രൂ കൊടുക്കപ്പറ ഫോറിലാണ് കുട്ടി ജസ്റ്റ് എടുത്ത് ചാൻസ് ഉണ്ടാക്കിയിട്ട് ഗോളി വന്നത് ക്രിസ്പോക്ക് ഏകദേശം 106 ഓവറുള്ള സ്ട്രൈക്കറാണ്. പക്ഷെ സീനാണ് പുള്ളി. മറഡോണയൊക്കെ ദൂരത്തുനിന്ന് അടിക്കാനൊന്നും ഗോളുകളില്ല, അതൊക്കെ അടിയാണ്. നമ്മുടെ സെൻറ്റർ ബാക്ക് പവറില്ലാത്തവരാണ്. 104ൻ്റെ 2 സെൻറ്റർ ബാക്ക് 104ൻ്റെയാണ്. സെൻറ്റർ ബാക്കിൽ ഗോൾ കീപ്പറിനെ മാറ്റണം. കീപ്പർ ഇത്തിരി എന്താണ് ഒരു പവറില്ല, ഒരു മുട്ടത്തലയും ഗോൾ കീപ്പറാണ് നമ്മുടെ. അത് നമുക്ക് പെപ്പാറീനെ മാറ്റണം, സിങ്കോനെ സ്റ്റാമിനെ മാറ്റണം. അപ്പോൾ തന്നെ അവർ വിടുന്നത് 110 ആക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എഫ് മൊബൈൽ 2026 വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഗൈസ്. ബ്രൂണോ മൈക്കൽ ഡേവിസ് ടിക്കറ്റാക്ക കളിക്കാൻ ഗൈസ്. എത്ര പാസിനുള്ളിൽ ഗോൾ വരുന്നത്. അപ്പം തുടങ്ങുകയാണ് ഗൈസ്. 1 2 2 എന്നൊരു കയറിയില്ല ഗൈസ്. 3 പാസ്സാക്കാം. 3 ഇപ്പോൾ 3 ആയി. 4 5 5 ഗോൾ 5 പാസ്സുണ്ട്. അടിച്ച് കേൾക്കുന്നുണ്ട്. പെർഫെക്ഷൻ വരുന്നത്. ഇങ്ങോട്ട് ടിക്കറ്റാക്കി നോക്കാൻ പോയി. 1 അല്ല 1 ഓട് കിട്ടൂല. ഓരോട്ടുള്ള കാര്യമൊന്നുമില്ല. ഒരു പാസ് നമ്മുടെ പോയി. ഇനി അടുത്തത് രണ്ടാമത്തെ പാസിനുള്ളിൽ ഗോൾ വെക്കണം. ഗോള് കിട്ടുന്നില്ല. അവൻ ടിക്കറ്റൊക്കെ കളിക്കാൻ പോവാണ്. കോച്ചേ ഓടണം മോനെ. 2 പാസുകൾ. നമുക്ക് അവർക്ക് പാസ് കൊടുക്കാൻ മതി. 3 പാസ് 4 പാസ് ഏകദേശം. നിങ്ങൾ കണ്ട ബൈസൈക്കിളുള്ള ഒരു ആക്രോബാറ്റിക് ഗോളാണ്. കണ്ട ഗോള് ഗോൾ. ഇതൊക്കെയാണ് ക്രിസ്പോന് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. 106ൻ്റെ സ്ട്രൈക്കറാണ്. നല്ലോണം ഓടും. അവസാന നിമിഷം ഗോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 90+1 മിനിറ്റിൽ ഗോൾ ചെയ്തു. ഇതാണ് പവർ. ക്രിസ്പോനെ സ്ട്രൈക്കർ. നിങ്ങൾ സ്ട്രൈക്കറിനെ തിരഞ്ഞ് നടക്കുകയാണെങ്കിൽ ക്രിസ്പോനെ അല്ലാണ്ട് വേറെ ഒരുത്തേനെ എടുക്കരുത്. അത്രയ്ക്ക് പവറുള്ളതാണ് ഈ ക്രിസ്പോ. ഭയങ്കര സീനാണ്. ഒന്നും പറയാനില്ല. ഇജാതി സ്ട്രൈക്കറാണ് ക്രിസ്പോ. ചില മറ്റേ ഇതുപോലെ ആകുമ്പോൾ ഇനി നമ്മൾ ഒന്ന് വൈഫൈ ഓണാക്കണം. അപ്പോൾ കള്ള ട്രിക്കാണ്. ക്രിസ്പോനെ നമ്മൾക്ക് സ്ട്രൈക്കറിൽ നിന്ന് മാറ്റാൻ തോന്നണില്ലത്. പുള്ളി അമ്മാതിരി കളിയാണ്. എല്ലാവരെയും എന്നാണ് അതിശയിപ്പിക്കുന്ന ടൈപ്പ് കളി. നമ്മൾ പ്രോ 1 3 കളി കളിക്കണം. ഇന്ന് നമ്മളെ കൂടെ പോവാൻ. വിളിക്കാലോ. അറ്റാക്ക് ഓർമ്മ കളിച്ച് നോക്കണം. അത് ആഫ്റ്റർ 3 ആയിക്കണുള്ളൂ. എന്തൊരു കുറവാണ് നമ്മുടെ ചാൻസ്. നോക്ക് 30 ചാൻസ്. ഫുള്ള് ബേസിക്കും കുറച്ച് ഗ്രേറ്റ് അല്ല ഗുഡ്.
അക്ഷരം ചെയ്യണമല്ലോ. നമുക്കെന്തായാലും നല്ലോണം അടിച്ച് ഗോൾ ചെയ്താൽ മതി. നമുക്ക് ടീം കിട്ടി. തൊണ്ണൂറ്റിമൂന്നിൻ്റെ ടീമാണ്. പക്ഷെ നല്ല ഗോളിന് നമുക്ക് മാർക്കറ്റിൽ പോയി ഒരു ഗോളിന് കളിക്കാൻ കഴിയും. ടിപ്പാറിന് എനിക്ക് സെറ്റാവില്ല. 105ൻ്റെ ഒരു ഗോളിനെങ്കിലും നമുക്ക് മാക്സിമം കണ്ടുണ്ട്. 105 പോയിട്ട് ഉണ്ടോയെന്ന് പോലും പറയാൻ കൂടാത്ത അവസ്ഥ. 105 പോലും ഓവറില്ലാത്ത ഗോളിന്. ഓ ക്രോസ്ബോർഡ് അടിയണ്ട നിങ്ങൾ. 105 പോലും അടിയില്ലാത്ത പ്ലേയേഴ്സിന് ടീമിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ ശരിയാകുമ്പോൾ മക്കളോ സീയും പൊളിയോ എൻ്റെ മോനെ സീനാണ്. തുടങ്ങുന്നത് എന്നെ തോന്നുന്നത് അടിയാണെന്ന് പറഞ്ഞാൽ വൈറ്റാണ്. ഇത്തിരി കാണിച്ചോളൂ. കറവാക്കുന്നില്ല കയറുന്നില്ല കറവ്. അത് ഞാൻ പറഞ്ഞതാ കണ്ടോ ഫോർവാണ് കറിയിൽ നമ്മൾ ഫോർവാണ് തിന്നു പറ്റില്ല. അതാണ് തിരിച്ചു പ്രശ്നമാണ്. പിന്നെ കേട്ടാണ്ടിരിക്കാൻ പറയില്ല. പ്രശ്നം ഒന്നൊരു കളി മക്കളിക്കുന്നതിൻ്റെ ഒരു കറിയടിക്കുക. പിന്നെ ജസ്റ്റും ഒരു ഗുണമില്ല. ജസ്റ്റും മറഡോണിനെ കൊണ്ട് ഒരു അടി അടിക്കുക പെട്ടെന്ന്. ഇട്ടടിച്ചതുകൊണ്ട് അതൊക്കെയാണ്. എനിക്ക് ഒരു മാഷർനോനെ കിട്ടിയാൽ മാർക്കറ്റിൽ കിട്ടി. അവിടെ വെച്ച് കിട്ടി. എനിക്ക് മാഷർനോനെ കിട്ടിയോണ്ട് ട്രെയിനിങ് വാങ്ങിട്ട് 50% ഉള്ളൂ. കൊണ്ടുപോയി കളയാൻ മാഷർനോ പോയി പോയി ഞാൻ പറഞ്ഞില്ല പോയി. ഓരോ അടിക്കും കിട്ടും. ഈ കളി നമ്മൾ ജയിക്കുന്ന ഒന്ന് ഉറപ്പല്ലേ. 8 പ്രാവശ്യം ക്രസ്പ് അടിച്ച് ഗൈസ്. അല്ല ഒരു പ്രാവശ്യം ക്രസ്പ് അടിച്ച് ഫോറിലാണ്. വീണ്ടും ഗൈസ് 1 2 3 4 5 3 ആ പുള്ളിനെ തന്നെയാണ് ഗൈസ് വീണ്ടും കിട്ടിയത്. പക്ഷേ പുള്ളി അടിപൊളി കളിക്കാറിനാട്ടോ. നമുക്ക് എത്ര പെട്ടെന്ന് ഗോൾ കിട്ടാൻ പറ്റുന്നു. ആദ്യത്തെ കിട്ടിയില്ല 2 മിനിറ്റ് കൂടി ഗോൾ ചെയ്താണ്ട് ഒത്തിരി സീനാണ്. പവർ ഷൂട്ട് എടുത്തത് ഒരു ടീം അത്ര മോശമൊന്നുമല്ല. സെയിം ടീമാണ്. പവർ ഷൂട്ട് എടുത്തു കേട്ടോ. നേരെ കൊടുത്ത നേരെ കസ്റ്റോടെ വന്നു കൊടുത്തു. സമയമുണ്ടോ അങ്ങനെ ഗോള് വേണ്ട. ഇജാതി പോർലാൻഡ് അടി കളിക്കും. ഇവിടെ ഒറ്റ കിട്ടിയ കസ്റ്റോടെ എനിക്ക് അത്ര ഉള്ളൂ. അവരടിക്കാരും ഗോള് വരട്ടോ. അതൊക്കെ ഒത്തിരി ചെയ്യും. ഓട്ടത്തിന് ഭയങ്കര പ്രശ്നമാണ്. ക്രസ്റ്റോട് ഇവർ സേവ് ഓൾക്ക് എണീക്കാൻ സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ അത് സേവ് ചെയ്തേനെ. ഇപ്പർ കാസിലസിൻ്റെ പവർ നോക്കാൻ അറിയില്ല. കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കിട്ടി ഗൈസ് കിട്ടി പോയി ചെറുക്കിയുടെ ഗോൾ കണക്കിൽ ഇത്തിരി പാടാം. പോർലാൻഡ് ഓർമ്മ ഓട്ടമുണ്ട്. സ്റ്റാമിൻ്റെ നേരെ നടുക്കിലേക്കുണ്ട്. ഒരു പവർ കുറച്ചടിച്ച് ബ്രസ്ബോക്കാണ് ഇത് എന്നാണ് ബുദ്ധി പോയിട്ട് എൻ്റെ ഒന്നോ മാറട്ടോണിനെ അത് മിസ്സായി. പക്ഷെ സാരമില്ല. നല്ലൊരു ഗോൾ. കൂൾ ബാമർ
അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.